ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയാതെ വരുന്നു. വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ റോഡിൽ വണ്ടി വളഞ്ഞു തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് എളുപ്പത്തിൽ വാഹനം ഓടിക്കാനായിട്ടുള്ള 1-2 ടെക്നിക്കുകളാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്കായിട്ട് സങ്കല്പിക്കുക. റൗണ്ട് ക്ലോക്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ട വിധം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങളിത് ഈ ഒരു മെത്തേഡിൽ കൈകൾ പിടിക്കുക. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 10-10, അതായത് 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൈകൾ സ്റ്റിയറിങ്ങിൽ പിടിക്കുക. അതായത് ഈ ഒരു രീതിയിൽ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ കൈകൾ സ്റ്റിയറിങ്ങിൽ പിടിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് 9-3 പൊസിഷനിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുക. 9-3 പൊസിഷൻ എന്ന് പറയുന്നത് കാണിച്ചു തരാം. അതായത് ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു ക്ലോക്കായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൈകൾ പിടിക്കുക. പിന്നെയുള്ളത് 8-4 പൊസിഷനാണ്. അപ്പോൾ ഇങ്ങനെ 3 പൊസിഷനാണ് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കൈകൾ പിടിക്കേണ്ടത്. ഇതിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷൻ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് ഇതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കൈകൾ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ തുടക്കത്തിൽ വാഹനം ഓടിക്കുക. ഞാൻ ഫസ്റ്റ് ഗിയറിലെടുത്തു. ഇനി സ്റ്റിയറിംഗ് നിങ്ങൾ തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് കൈ ഇങ്ങനെ തള്ളിക്കൊടുക്കുക. ഇങ്ങനെ തള്ളിക്കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുക. ഒപ്പം നിങ്ങളുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കുക. ഒരു കാരണവശാലും കൈകൾ പിടിച്ചു കഴിഞ്ഞാൽ കൈ മാറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ കൈ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്, കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കും, കൈ ഫ്രീ ആക്കത്തില്ല. എന്നാൽ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ ഫ്രീ ആയിരിക്കണം. എപ്പോഴും നമുക്ക് കൈ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ കുറേ അധികം ദൂരം ഓടിക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റും കൂടെ പറയാം. അതായത് ഞാനിവിടെ വാഹനം ഒന്ന് നിർത്തിയതിന് ശേഷം നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 1.5 റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ടയർ ഇടത്തെ സൈഡിലേക്ക് തിരിയുമെന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നേരെയാണ്. ഞാനിത് ഇവിടുന്ന് ഒരു റൗണ്ട് തിരിച്ചു. ഓക്കെ, വീണ്ടും ഞാനിത് 1/2 റൗണ്ട് തിരിച്ചു. ഇപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലോക്കായി. ഇനി വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു 1/2 റൗണ്ട് തിരിച്ചു. വീണ്ടും ഞാനിത് ഒരു റൗണ്ട് തിരിച്ചു. ഇപ്പോൾ വാഹനത്തിൻ്റെ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. ഇനി അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മാരുതി എന്ന് എഴുതിയ ഒരു എംബ്ലം നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ നോക്കുക. ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് കാണിക്കാം. റൈറ്റ് സൈഡിലേക്ക് ഞാനിത് ഒരു റൗണ്ട് തിരിച്ചപ്പോൾ ഈ എംബ്ലം നേരെയായി. ഇപ്പോൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/2 റൗണ്ടും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇനി തിരിയുന്നില്ല. ഇപ്പോൾ 1.5 റൗണ്ട് തിരിച്ചപ്പോൾ വാഹനത്തിൻ്റെ ടയർ റൈറ്റ് സൈഡിലേക്ക് ഒടിഞ്ഞു. ഇനി നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1/2 റൗണ്ട് തിരിക്കുക. അപ്പോൾ ഈ എംബ്ലം നേരെയായി. ഇനി വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടും കൂടെ തിരിച്ചാൽ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വാഹനത്തിൽ കയറി വാഹനം ഓടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ തിരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് തന്നെ സ്റ്റിയറിംഗ് കുറേ അധികം നേരം ലെഫ്റ്റും റൈറ്റും നിങ്ങൾ തിരിക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എടുത്തെടുത്ത് തിരിക്കാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ 9-3 പൊസിഷനിൽ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തുടക്കത്തിൽ നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്പീഡ് കുറച്ച് വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തുള്ളൂ. ഞാൻ നിങ്ങളെ ജസ്റ്റ് വീണ്ടും ഒന്ന് കാണിക്കാം. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇട്ടതിന് ശേഷം സ്റ്റിയറിംഗ് എടുത്തെടുത്താണ് തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലാണ് വാഹനം എടുക്കുന്നത്. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ശകലം തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുന്നിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് വാഹനം കയറുന്നു. സ്പീഡ് കുറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി. വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. സെക്കൻഡിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡില്ല, പതുക്കെ ഓടിക്കാം. പതുക്കെ ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വണ്ടിയുടെ വേഗത കുറവായതുകൊണ്ട് തന്നെ പതുക്കെ തിരിച്ചാൽ മതി. എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. അപ്പം ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് ഓടിക്കുക. ഇനി നിങ്ങൾ മറ്റൊരു ഗിയർ മാറിയാണ് ആദ്യം ഓടിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ തേർഡ് കൊടുക്കുകയാണ്.
ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് പെട്ടെന്നായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് അത് കിട്ടത്തില്ല. ഒന്നെങ്കിൽ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, അല്ലെങ്കിൽ വണ്ടി റൈറ്റ് സൈഡിലേക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു 4-5 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം.